ഒറ്റ ഹെയർ പാക്ക് കൊണ്ട് ഒരുപാട് ബേബി ഹെയർസ് വരുത്താൻ പറ്റിയ അത്രയും നല്ലതല്ലേ? എന്നാൽ അങ്ങനത്തെ ഒരു അടിപൊളി ഹെയർ പാക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാവേ. ഒരുപാട് ബേബി ഹെയർസ് വരുമെന്ന് മാത്രമല്ല, തലനീരിറക്കമുള്ള ആൾക്കാർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹെയർ പാക്കും കൂടെയാണ്. ഈ ഒരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് തലനീരിറക്കത്തിൻ്റെ വേറെ പ്രശ്നങ്ങളും വരത്തില്ല. നിറയെ ബേബി ഹെയർസ് ഒരുപാടായിട്ട് വരികയും ചെയ്യും. നമുക്ക് എത്ര തലകുത്തനെ ശ്രമിച്ചാലും നന്നായിട്ട് ബേബി ഹെയർസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ മുടി നന്നായിട്ട് ഞെരുക്കം വയ്ക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ബേബി ഹെയർസ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കും കൂടെയാണ്. ജോലിക്ക് പോണവർക്കോ സ്കൂളിൽ പോണവർക്കോ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടോ കോളേജ് കഴിഞ്ഞ് വന്നിട്ടോ ഒക്കെ എളുപ്പം പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്കാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. നിങ്ങൾ അതേ ഇൻഗ്രീഡിയൻസ് തന്നെ യൂസ് ചെയ്യണം, വേറെ മാറ്റങ്ങളൊന്നും വരുത്തരുത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല്. ഫ്ലാക്സ് സീഡ് എടുക്കുക, തിളപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ജെല്ല് കിട്ടും. ഞാൻ ഇവിടെ ഒരു 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ഒരു കപ്പ് വെള്ളത്തിന് 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് ജെല്ല് എന്നിട്ട് അരിച്ചെടുക്കും. പിന്നെ വേണ്ടത് മുരിങ്ങയിലയാണ്. ഞാൻ മുരിങ്ങയില ഉണക്കി വെച്ചിരിക്കുന്നതാണ്, ഇത് പൊടിച്ചിട്ടില്ല. ഒരു പിടി മുരിങ്ങയില ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചോ. ഞാൻ പിന്നെ നെല്ലിക്ക പൊടി എടുത്തിട്ടുണ്ട്, അത് 1 സ്പൂൺ മതി. പിന്നെ മെയിൻ സാധനം ചീവയ്ക്ക പൊടിയാണ്, അതും 1 സ്പൂൺ മതി. ഇതെല്ലാം അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ പൊടിയായിട്ട് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നതിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നത് റീത്തയാണ്. റീത്ത എന്ന് പറഞ്ഞാൽ ഷാമ്പു എഫക്റ്റ് തരുന്ന ഒരു സാധനമാണ് കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിൽ നിന്ന് ഒരു 3 സ്പൂൺ അളവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുരിങ്ങയില പിന്നെ ഞാൻ എടുത്ത പൊടിയിൽ നിന്ന് 3 സ്പൂൺ. നിങ്ങളെടുക്കുന്ന പൊടിയാണെങ്കിൽ ഓരോ പൊടിയിൽ നിന്ന് ഓരോ സ്പൂൺ എടുത്താൽ മതി. പിന്നെ നമ്മൾ ഫ്ലാക്സീഡിൻ്റെ ജെല്ലും വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അരഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ നല്ല പതപതയായിട്ട് കിട്ടും. അത് ആ റീത്തയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പത വരുന്നത്. പിന്നെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും കൂടെ ആയതുകൊണ്ട് ഇത്ര പതഞ്ഞൊക്കെ വരും. നമുക്ക് അത് നല്ലതാണ്. അങ്ങനെ പതഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ഷാമ്പു എഫക്റ്റും കൂടെ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് പകരമായിട്ട് എടുക്കാം. പക്ഷേ ഫ്ലാക്സ് സീഡ് ജെല്ലിൻ്റെ അത്രയും മുടിക്കൊരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. മുടി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവും അലോവേരയാണ് എടുക്കണമെങ്കിൽ. പക്ഷേ ബേബി ഹെയർസ് വരും, പക്ഷേ മുടി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവും. അപ്പം ഒന്ന് എണ്ണയൊക്കെ തേച്ചിട്ട് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ ഫ്ലാക്സ് സീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാം. മുടി നല്ല സോഫ്റ്റും ആവും. നമ്മളിത് ഇട്ട് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം മുടി നല്ല പറന്ന് കിടക്കുകയും ചെയ്യും. ഇപ്പോൾ തലയോട്ടിയൊക്കെ കാണാം, അങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ തലയോട്ടിയൊക്കെ മറഞ്ഞു വരും. പിന്നെ ഇത് പറഞ്ഞ പോലെ ബേബി ഹെയർസ് വരികയും ചെയ്യും. നമ്മൾ ഈ ഷാമ്പൂ ഇട്ട മാതിരി പറന്നടിച്ച് കിടക്കുകയും ചെയ്യും മുടി. അപ്പം നല്ല രസമാണ് മുടി കാണാനായിട്ട് ഇത് കഴിഞ്ഞിട്ട്. അലോവേര ജെല്ലാണ് ഇട്ടണമെങ്കിൽ അത്രയും ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല. മുടി പകഞ്ഞിട്ട് ഇതുപോലെ ഞാൻ തലയോട്ടിയിലാണ് തേച്ച് കൊടുക്കുന്നത്. ഇതിനൊരു ഷാമ്പു എഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ബേബി ഹെയർസ് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തലയോട്ടി തന്നെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുത്തിട്ട് തലയോട്ടിയിൽ എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പും കൂടെ വരുത്തണേ. ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മുടി മസാജ് ചെയ്തിട്ട് ഓയിലിട്ട് വേണമെങ്കിൽ മസാജ് ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് മുടി മസാജ് ചെയ്യാം. നിങ്ങളുടെ മുടിക്ക് പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെയർ മസാജ് കൊടുത്തതിന് ശേഷം മാത്രം ഹെയർ പാക്ക് ഇട്ട് തുടങ്ങുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂട്ടത്തിൽ നിങ്ങളതിൽ റീത്ത പൊടി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു ഷാമ്പു എഫക്റ്റ് തരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇതൊരു ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ചാലഞ്ചായിട്ട് എടുക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് 2 ആഴ്ചയായിട്ട് യൂസ് ചെയ്യാം. അതായത് ആഴ്ചയിൽ 1 വട്ടം, അങ്ങനെ 2 ആഴ്ച നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യണ്ട. എന്നിട്ട് ഞാൻ അടുത്ത ആഴ്ച ഇടാൻ പോകുന്ന ആദ്യത്തെ ഹെയർ പാക്ക്, അത് മുടി ഞെരുക്കം വയ്ക്കാനുള്ളൊരു ഹെയർ പാക്കാണ്. അതും കൂടെ ഇട്ട് പോയാൽ എക്സ്ട്രാ നന്നായിരിക്കും, പെട്ടെന്ന് മുടി ഞെരുക്കം വയ്ക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇല്ല നിങ്ങൾ ചാലഞ്ച് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. പിന്നെ ഇനി വരുന്ന ഹെയർ പാക്കുകൾ അങ്ങ് ഇട്ടുകൊണ്ട് പോയാൽ മതി. ഞാൻ മുടിയിൽ എല്ലായിടത്തും ഹെയർ പാക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വരുന്നത് ഈ ഹെയർ ലൈനിൽ മാത്രം ഞാൻ തേച്ച് കൊടുക്കുക. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെയൊക്കെ നമ്മൾ മുടി ഹെയർ ലൈനിൽ ഞെരുക്കം വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ മുടി കാണാൻ നല്ല രസമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഞാൻ എപ്പോഴും ഹെയർ പാക്ക് ഇടുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇടാറ്. ഹെയർ ലൈനിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഞെരുക്കം തോന്നിക്കും. പിന്നെ ബാക്കി വന്ന ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ, ഞാൻ അരിച്ചെടുത്തിട്ട് ബാക്കി വന്ന ഫ്ലാക്സ് സീഡ്, അത് മുടിയുടെ തുമ്പത്തൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേനും മുടിയുടെ തുമ്പും കുളിച്ച് കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് കിടക്കും. കുളിക്കാൻ നേരത്ത് കണ്ടീഷണറിൻ്റെ ആവശ്യവും ഇല്ല. കണ്ടീഷണർ ഇടേണ്ട ആവശ്യമില്ല ഫ്ലാക്സ് സീഡാണ് യൂസ് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ കണ്ടീഷണർ ചിലപ്പോൾ ഇടേണ്ടി വരും. ഈ ചീവയ്ക്ക പൊടിയും ഒക്കെ ഒരു ഷാമ്പു ആയിട്ട് പണ്ട് മുതലേ ഉള്ള ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മുടി കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു പറന്ന് കിടക്കുന്ന ഒരു ടെൻഡൻസി വരും. ഷാമ്പു പോലെ, ഷാമ്പൂര് അത്ര ഇല്ലെങ്കിലും ചെറുതായിട്ടൊരു സോഫ്റ്റ്നെസ്, ഒരു പറന്ന് കിടക്കും. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് ജെല്ലാണെങ്കിലാണ് ഏറ്റവും നല്ലത്. അലോവേര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഫ്ലാക്സ് സീഡ് അലോവേരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു കണ്ടീഷണർ യൂസ് ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് നിങ്ങളൊരു 15 മിനിറ്റ് തലയിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചുമ്മാ വെറും വെള്ളത്തിൽ ഇങ്ങനെ തല കുളിച്ച് കളയാം.
എന്നിട്ടൊരു കണ്ടീഷണറും കൂടെ ഇട്ടാൽ മതി. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ഒഴിച്ച് കളയരുത്. എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതുപോലെ തന്നെ എടുക്കണേ. ആകപ്പാടെ ഒരു എക്സ്ക്യൂസ് ഉള്ള ഫ്ലാക്സ് സീഡ് ജെല്ലിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.